اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. صدق الله العظيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ജീവിതത്തിന്റെ സകല മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് അവന്റെ താഴത്തിലായിട്ട് കഴിഞ്ഞുകൂടണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഈ നശ്വരമായ ഭൂമി ലോകത്ത് ജീവിക്കുന്ന 3 വിഭാഗം ആളുകളെ കുറിച്ച് പറയുകയുണ്ടായി, അഥവാ പരിചയപ്പെടുത്തി തരികയുണ്ടായി. ഒന്നാമത്തെ വിഭാഗം അല്ലാഹു പറയുകയാണ്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാത്ത്. അവർ അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാണ്. അതേപോലെ തന്നെ ജീവിതത്തിൽ മുറപ്രകാരം നമസ്കാരം നിലനിർത്തുന്നവരാണ്. ഖുർആനിനെ എന്തിനു വേണ്ടിയിട്ടാണോ അള്ളാഹു മനുഷ്യന് നൽകിയത് അതിനെ മനസ്സിലാക്കിക്കൊണ്ടും ഉൾക്കൊണ്ടുകൊണ്ടും ഖുർആനിനെ ജീവിതത്തിലുടനീളം മുറുകെ പിടിച്ച് ഖുർആനിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അള്ളാഹു നൽകിയ റിസ്ക്, അള്ളാഹു നൽകിയ റിസ്കിനെ, സമ്പത്തിനെ ഏത് രീതിയിലാണോ ചെലവഴിക്കേണ്ടത് അങ്ങനെയുള്ള രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ചെലവഴിക്കുന്ന ആളുകളാണ്. അവർക്ക് അവതരിപ്പിച്ചതായ ഖുർആനെ യഥാർത്ഥമായ വിശ്വാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്ന യഥാർത്ഥമായ വിശ്വാസികളെ കുറിച്ച്, അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പരിചയപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് ഒരു വിഭാഗത്തെ കുറിച്ച് അല്ലാഹു എടുത്തു പറയുകയാണ്. മറ്റൊരു കൂട്ടരും കൂടെ ഉണ്ട്. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. കുഫർ ചെയ്യുന്ന കാഫിരീങ്ങളായിട്ടുള്ള അവിശ്വാസികളായിട്ടുള്ള ചില ആളുകളുണ്ട്. അവർക്ക് മുമ്പിലേക്ക് അള്ളാഹുവിന്റെ താക്കീതുകളെയും വിധിവിലക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും അവരതിനൊക്കെ തള്ളി മാറ്റിക്കൊണ്ട്, അതിനെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് ജീവിതത്തിൽ അതൊന്നും ഉൾക്കൊള്ളാതെ, അതിനൊന്നും വിശ്വസിക്കാതെ അതിന് എതിര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അതിനെ എതിര് കൽപ്പിച്ചുകൊണ്ട് അതിന്റെ എതിരിനെ ഭൂമിയിൽ ഇങ്ങനെ പടർത്തുന്ന ആളുകളായിട്ട് ജീവിക്കുന്ന കാഫിറായിട്ടുള്ള അല്ലെങ്കിൽ അവിശ്വാസികളായിട്ടുള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് മൂന്നാമതൊരു വിഭാഗത്തെ കുറിച്ച് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹ്. ആ ഒരു വിഭാഗത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മൂന്നാമതൊരു വിഭാഗം, ആദ്യം പറഞ്ഞ 2 വിഭാഗങ്ങളെ മനസ്സിലാക്കാനും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും അവർ പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കൽ എളുപ്പമാണ്. പക്ഷെ ഈ മൂന്നാമത്തെ വിഭാഗം ആളുകൾ അവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അവർ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഇടകലർന്ന് നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് ദീനിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ
അള്ളാഹുവിനെ ചേർത്തുകൊണ്ട് കള്ളസത്യം പറയുന്നവരായിരിക്കാം. പക്ഷെ നമ്മൾ വിശ്വസിച്ചു പോകും. പ്രവാചക ചര്യകളെ നേർ തിരിച്ചു പറഞ്ഞുകൊണ്ട് ഇതാണ് പ്രവാചകന്റെ ചര്യ എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്ന കൂട്ടരാണ് അവർ. അങ്ങനെ അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ, വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിഭാഗം ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് അള്ളാഹു മൂന്നാമതായിട്ട് പറഞ്ഞത്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ കൂടെയുണ്ട്. അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അന്ത്യദിനത്തിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവർ യഥാർത്ഥ വിശ്വാസികളല്ല. അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട്, അവർ വിശ്വാസികളല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു. ആ പറഞ്ഞ ആളുകളുണ്ടല്ലോ, ഈ മൂന്നാമത്തെ വിഭാഗം ആളുകൾ, യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു, അല്ലാഹുവിൽ യഥാർത്ഥമായിട്ട് വിശ്വസിച്ച ആളുകളെയും അല്ലാഹുവിനെയും വഞ്ചിക്കുന്നവരാണ് അവർ. വഞ്ചനയാണ് അവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയാണ്, അവര് അള്ളാഹുവിനെയും വിശ്വാസികളെയും അല്ല വഞ്ചിക്കുന്നത്. അവർ അവരുടെ നഫ്സിനെ തന്നെയാണ് വഞ്ചിക്കുന്നത്, അവർക്കത് അറിയാത്തത് കൊണ്ടാണ്. എന്റെ വിഭാഗത്തെ കുറിച്ച് വീണ്ടും അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. അവരുടെ ഹൃദയത്തിന് ഒരു രോഗമുണ്ട്. അള്ളാഹു ആ രോഗത്തെ ഈ സിഫത്തുകൾ കാരണം, ഈ വഞ്ചനകൾ കാരണം ആ രോഗത്തെ അധികരിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ് വിശ്വാസികളായിട്ടുള്ള ആളുകളെ വഞ്ചിക്കുന്നതിന്റെ പേരിൽ അവരെ അള്ളാഹു അവരുടെ ഹൃദയത്തിന് ഒരു രോഗത്തെ കൊടുക്കുമെന്ന് മാത്രമല്ല പറഞ്ഞത്, ഇങ്ങനെ കള്ളം പറഞ്ഞ് ജീവിക്കുന്നതിന്റെ പേരിൽ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. അഥവാ വിശ്വാസികൾക്കിടയിൽ ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെയും ദീനിനെയും അവന്റെ യഥാർത്ഥ വിശ്വാസികളെയും വഞ്ചിച്ച് ജീവിക്കുന്ന മുനാഫിക്കീങ്ങളെ കുറിച്ചാണ്, കപട വിശ്വാസികളെ കുറിച്ചാണ് അള്ളാഹു മൂന്നാമതായിട്ട് എണ്ണി പറഞ്ഞത്. അവരെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇടയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ നിന്നുകൊണ്ട് അവര് വലിയ ഫത്വകളും വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പക്ഷേ അതെന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കൂല. അങ്ങനെ നമ്മളെ വിജയിലേക്കും കുഴപ്പത്തിലേക്കും കൊണ്ടുപോകുന്ന ആളുകൾ. ഖുർആനിനെ കൊണ്ട്, അള്ളാഹുവിനെ കൊണ്ട് പച്ച കള്ളം അവർ സത്യം ചെയ്ത് പറയും. അള്ളാഹുവിനെ ചേർത്തുകൊണ്ട് സത്യം ചെയ്ത് പറയും. വല്ലാഹി സത്യം ഇന്നതാണ് കേട്ടോ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മളെ വഞ്ചനയിലാക്കുന്ന കൂട്ടർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചര്യ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ യഥാർത്ഥമായ സുന്നത്തിൽ നിന്ന് നബിചര്യയിൽ നിന്ന് നമ്മളെ മാറ്റിക്കൊണ്ട് നമ്മളെ ഫിത്നയിലാക്കുന്ന, ഫസാദിലേക്കാക്കുന്ന, കുഴപ്പത്തിലേക്കാക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് അല്ലാഹു ഖുർആനിലൂടെ പരാമർശിക്കുന്നത്. അവര് നമ്മുടെ ഇടയിൽ വിശ്വാസികളാണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞുകൂടും. എന്നിട്ട് അവർ ശരിക്കും ചെയ്യുന്നത് വഞ്ചിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയാൻ അവർക്കൊരിക്കലും നമ്മളെ വഞ്ചിക്കാൻ സാധിക്കൂല. അവർക്ക് അള്ളാഹു തിരിച്ചു മറുപടി കൊടുക്കുകയാണ്, അവരവരുടെ നഫ്സിനെ തന്നെയാണ് വഞ്ചിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഇടയിലുള്ള ചില ഉദാഹരണങ്ങളിലൂടെ. ചില ആളുകളുണ്ട് നമ്മളോട് വലിയ വലിയ കരാറുകൾ പങ്കുവെക്കും. നേതാക്കന്മാരായി നിന്നുകൊണ്ട്, സ്ഥാനമാനങ്ങളിൽ നിന്നുകൊണ്ട്, പ്രമാണികളായി നിന്നുകൊണ്ട്, സാധാരണക്കാരനായി നിന്നുകൊണ്ട് കരാറുകളെ മുന്നോട്ട് വെക്കുന്ന ആളുകളാണ് അവർ. അവരുടെ സിഫത്തുകളെ കുറിച്ച്, ഗുണങ്ങളെ കുറിച്ച് ഹദീസുകളൊക്കെ കാണാൻ സാധിക്കും. കരാറുകൾ അവർ ഏറ്റെടുക്കും, കരാറുകൾ പറയും. എന്നിട്ട് ആ കരാറുകളിൽ അവർ വാക്ക് ലംഘിക്കും. അങ്ങനെയുള്ള ആളുകൾ. മറ്റു ചില ആളുകളുണ്ട് വിശ്വാസവഞ്ചന കാണിക്കും. സാധാരണക്കാരന്റെ പോരായ്മകളോ അല്ലെങ്കിൽ വീഴ്ചകളൊക്കെ അതിന്റെ ഒരു പ്രായശ്ചിത്തം അല്ലെങ്കിൽ അതിനെന്താണ് പരിഹാരം എന്ന് തേടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ട് ആളുകളോട് പങ്കുവെക്കുമ്പോ ആ പങ്കുവെച്ച് അമാനത്തായിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് പങ്കുവെക്കുന്ന കാര്യങ്ങളെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് പരസ്യപ്പെടുത്തുകയും അങ്ങനെ വിശ്വാസവഞ്ചന കാണിക്കുന്ന ആളുകൾ. എന്നിട്ട് വിശ്വാസവഞ്ചന കാണിക്കുന്നതിൽ അപ്പുറത്തേക്ക് അവർ ചെയ്യുന്ന ഗുരുതരമായ ഒരു തെറ്റെന്നുള്ളത്, ഏത് തിന്മയാണോ ഏത് രഹസ്യമാണോ പറഞ്ഞത് ആ രഹസ്യത്തെ പരസ്യമാക്കിക്കൊണ്ട് ആ തിന്മയെ ആളുകളിലേക്ക്, ജനങ്ങളിലേക്ക് പരസ്യപ്പെടുത്തിയിട്ട് അതിനെ പടർത്താൻ ശ്രമിക്കുന്ന ആളുകൾ.
കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്ന ആളുകൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. പല അള്ളാഹുവിന്റെ നാമങ്ങളെ ചേർത്തുകൊണ്ട് ചില സംരംഭങ്ങൾ തുടങ്ങുന്ന ചില കച്ചവടക്കാരുകൾ. ചിലപ്പോൾ അതിന്റെ പേരുകൾ ചിലപ്പോൾ ബർക്കത്തൊന്നും റഹ്മത്തൊന്നും സലാം എന്നൊക്കെ ആയിരിക്കും. അങ്ങനെ ഇസ്ലാമിന്റെ പേരുകളെ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ ചേർത്തുകൊണ്ട് അവര് പേരുകളെ നിശ്ചയിക്കും. ആ പേരിന്റെ ലേബലുകളിൽ, ആ ഐഡന്റിറ്റിയുടെ ലേബലുകളിൽ അവർ ജനങ്ങളെ വഞ്ചിക്കുന്നവരായി തീരും. അവരുടെ കച്ചവടങ്ങളിൽ, അവരുടെ വ്യവഹാരങ്ങളിൽ അവർ കൃത്രിമങ്ങൾ കാണിക്കാൻ തുടങ്ങും. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ, പൊതുജീവിതത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ ഒക്കെ നോക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള ആളുകളുടെ ഫിത്നയിൽ നമ്മൾ പെട്ടുപോകാതിരിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, അതിനേക്കാൾ ഗൗരവമുള്ളതാണ് അങ്ങനെയുള്ള ആളുകളായിട്ട് മാറാതിരിക്കുക എന്നുള്ളത്. ഇത് മറ്റ് ജീവിതത്തിലുള്ള ചുറ്റുപാടുകളിലൂടെ ആണെങ്കിൽ ഈ നിഫാഖിയത്ത്, ഈ കാപട്യം, ഈ നാട്യം സംഭവിക്കുന്നത് ഇബാദത്തുകളിലൂടെയും സംഭവിക്കും. നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങളിൽ നിഫാഖ് അഥവാ കാപട്യം കടന്നുകൂടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. ഒരുപാട് ഇബാദത്തുകളുണ്ട്. ആ ഇബാദത്തുകളിൽ ഏറ്റവും ഉത്തമമായ, അല്ലെങ്കിൽ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠത കൽപ്പിച്ചിരിക്കുന്നത് നമസ്കാരത്തെയാണ്. എന്താണ് നമസ്കാരത്തിൽ നമ്മൾ പറയുകയും ചെയ്യുന്നത്? തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞുകൊണ്ട് കൈകെട്ടിയിട്ട് അല്ലാഹുവിനോട് പറയുകയാണ്, വജ്ജഹതു വജ്ഹിയ, ഞാൻ എന്റെ മുഖത്തെ അല്ലാഹുവേ ഇതാ നിന്നിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അല്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മനുഷ്യയോഗ്യമാക്കി സൃഷ്ടിച്ച അല്ലാഹുവേ, നിന്റെ മുമ്പിലേക്ക് ഇതാ ഞാൻ എന്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹുവിനോട് സത്യം ചെയ്യുകയാണ്, അല്ലാഹുവിനോട് കരാറ് പറയുകയാണ്. അല്ലാഹു, നീ എനിക്ക് നൽകിയ വായുവില്ലേ, ആ വായുവിനെ ഞാനിതാ യഥേഷ്ടം ഉപയോഗിച്ചുകൊണ്ട് നിന്റെ സൃഷ്ടി വൈഭവത്തെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവേ ഞാനിതാ നിന്നിലേക്ക് മുഖം തിരിച്ചിരിക്കുകയാണ്. അല്ലാഹു, ആകാശഭൂമികൾ നീ ഇങ്ങനെ വിശാലമായിട്ട് സൃഷ്ടിച്ചില്ലേ, ആ ആകാശത്തിൽ നിന്ന് മനുഷ്യനാവശ്യമായ വെള്ളത്തെ നീ ഇറക്കി തരുന്നില്ലേ, മനുഷ്യനാവശ്യമായ വെളിച്ചം നൽകുന്നില്ലേ, ഇങ്ങനെ ഒരുപാട് മനുഷ്യയോഗ്യമാകുന്ന രീതിയിൽ ആകാശങ്ങളെ പടച്ച് സൃഷ്ടിച്ചവനായ അല്ലാഹുവേ, നിന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് ഞാനിതാ ഉൾക്കൊണ്ടിരിക്കുന്നു, ഞാനിതാ മനസ്സിലാക്കിയിരിക്കുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ ബോധ്യവാനാണ്. അങ്ങനെയുള്ള അല്ലാഹുവേ, നിന്നെ ഉൾക്കൊണ്ടും മനസ്സിലാക്കിയും അറിഞ്ഞും പഠിച്ചുകൊണ്ട് അല്ലാഹുവേ ഞാനിതാ എന്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു. ഭൂമി ലോകത്ത് വെച്ച് അല്ലാഹു റിസ്കിനെ ഓരോരുത്തർക്കും അവർക്ക് ആവശ്യമായ റിസ്കിനെ എവിടെയാണോ മനുഷ്യനുള്ളത് അവിടെ യഥാക്രമം അവന് വേണ്ട രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുക്കുകയാണ്. അങ്ങനെയുള്ള റിസ്കിനെ ഒരുക്കി തന്നത് അത് ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മൾ പറയണം, അല്ലാഹുവേ നീ എനിക്ക് വിശാലമായ റിസ്കിനെ നൽകിയിരിക്കുന്നു, എന്റെ എല്ലാ കാര്യങ്ങളും നീയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള അല്ലാഹു, നിന്നെ മനസ്സിലാക്കിക്കൊണ്ട്, നിന്നെ ഉൾക്കൊണ്ടുകൊണ്ട്, നിന്നെ വിശ്വസിച്ചുകൊണ്ട് അല്ലാഹു ഞാനിതാ എന്റെ മുഖത്തെ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു. വജ്ജഹതു വജ്ഹിയ, ഞാൻ എന്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു. അല്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മനുഷ്യയോഗ്യമാക്കി, മനുഷ്യന് ജീവിക്കാൻ വാസയോഗ്യമാക്കി തീർത്ത അല്ലാഹുവേ, നിന്നിലേക്ക് ഇതാ ഞാൻ എന്റെ മുഖത്തെ തിരിച്ചിരിക്കുകയാണ്. എനിക്ക് നടക്കാനുള്ള കൈകാലുകളെ നൽകിക്കൊണ്ട്, എനിക്ക് ജീവിക്കാനുള്ള സുഖ സൗകര്യങ്ങളെ നൽകിക്കൊണ്ട്, എല്ലാ രീതിയിലും എന്നെ സഹായിച്ച് സംരക്ഷിച്ചു പോകുന്ന, ഒരു പ്രയാസവും പ്രതിസന്ധിയും ഇല്ലാതെ ഭൂമിയിൽ സുഖകരമായിട്ട് ജീവിക്കാൻ എന്നെ അനുവദിച്ച് എനിക്ക് അതിനുള്ള ഏർപ്പാടുകൾ ഒരുക്കി തന്ന അല്ലാഹുവേ, ഞാനിതാ നിന്നിലേക്ക് മുഖം തിരിച്ചിരിക്കുന്നു. അല്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മനുഷ്യനെ യോഗ്യമാക്കി, വാസയോഗ്യമാക്കി തന്നെന്ന് പറഞ്ഞതാണ്. എല്ലാ മേഖലകളിലൂടെയും അല്ലാഹു അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞു. ആ അനുഗ്രഹങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും അല്ലാഹുവേ ഞാൻ എന്റെ മുഖത്തെ തിരിച്ചിരിക്കുകയാണെന്നാണ് ഓരോ വക്തിലും നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിനോട് പറയുന്നത്. എന്നിട്ട് നമ്മൾ വീണ്ടും പറയുകയാണ്, ഹനീഫൻ മുസ്ലിമൻ, അല്ലാഹു നിന്നെ അനുസരിച്ചവനായിട്ടുള്ള നിലയിൽ നീ പറഞ്ഞ എല്ലാ വിധിവിലക്കുകളും, നിന്റെ എല്ലാ കൽപ്പനകളും ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് റബ്ബേ. ഈ പറഞ്ഞ രീതിയിൽ നിന്നെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നീ എപ്രകാരമാണോ ജീവിക്കണമെന്ന് എന്നോട് കൽപ്പിച്ചത്, അതേപോലെ അനുസരണയുള്ളവനായിക്കൊണ്ട് അല്ലാഹു ഞാനിതാ നിന്നിലേക്ക് വന്നിരിക്കുകയാണ്, എന്റെ മുഖത്തെ നിന്നിലേക്ക് തിരിച്ചിരിക്കുകയാണ്. മുസ്ലിമൻ, വിശ്വസിച്ചവനായ നിലയിൽ മുസ്ലിം ആയിക്കൊണ്ട്, വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കിൽപ്പെട്ടവനല്ല അല്ലാഹുവേ. അല്ലാഹുവിനോട് കരാറ് ചെയ്യണം, അല്ലാഹുവിനോട് പറയുകയാണ് നമ്മൾ. ഇന്ന സ്വലാത്തി വനുസുകി, എന്റെ നമസ്കാരങ്ങളും എന്റെ എല്ലാ ഇബാദത്തുകളും എന്റെ എല്ലാ കർമ്മങ്ങളും എന്റെ എല്ലാ ദിക്റുകളും ദുആകളും നിനക്കുള്ളതാകുന്നു റബ്ബേ. എന്റെ ജീവിതവും മരണവും നിനക്കുള്ളതാകുന്നു റബ്ബേ. ഇങ്ങനെ സകലമായ മേഖലകളിലൂടെയും നമ്മൾ അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ്, അല്ലാഹുവിലേക്ക് കീഴ്പ്പെടുകയാണ്. അങ്ങനെ അല്ലാഹുവിനോട് കരാർ ചെയ്തുകൊണ്ടാണ് നാം ഓരോരുത്തരും നമസ്കാരത്തിലേക്ക് കടന്നു പോകുന്നത്.
ഞാൻ ഒരു മുസ്ലിമാണ് അല്ലാഹുവേ, ഞാനൊരു യഥാർത്ഥമായ വിശ്വാസിയാണ് അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട് നാം ഓരോരുത്തരും ഞാൻ എന്റെ മുഖത്തെ അല്ലാഹുവേ നിന്നിലേക്ക് ഇതാ തിരിച്ചിരിക്കുകയാണ്. ഓരോ വക്തിലും ഓരോ മുഅ്മിനീങ്ങൾ അല്ലാഹുവിനോട് ചെയ്യുന്ന കരാറുകളാണ്. ഇങ്ങനെ കരാറുകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുമ്പോൾ, അല്ല ജീവിതത്തിൽ നമ്മൾ നമസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ, ഈ നമസ്കാരത്തിന് ശേഷമുള്ള ജീവിതം എങ്ങനെയുള്ളതാണ്? അള്ളാഹുവിനോട് പറഞ്ഞ കരാറുകൾക്കും അള്ളാഹുവിനോട് പറഞ്ഞ സത്യങ്ങൾക്കും അള്ളാഹുവിനോട് കൊടുത്ത വാക്കുകൾക്കും അനുസരിച്ചാണോ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അള്ളാഹു എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് അള്ളാഹു നിന്നിലേക്ക് മുഖത്തിരിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. പിന്നീട് നമ്മുടെ ജീവിതത്തിന്റെ മറ്റു വ്യവഹാര മേഖലകളിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും അവന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ടും അനുസരണയുള്ളവനായിക്കൊണ്ടും വിശ്വാസിയായിക്കൊണ്ടുമാണോ നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊണ്ടുപോകുന്നത്? നമസ്കാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മാത്രം അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവെ ഞാനിത് അതിനെ വിശ്വസിച്ചിട്ടുണ്ട്, ഞാൻ നീ പറഞ്ഞതനുസരിച്ച് മാത്രമേ ജീവിക്കുന്നുള്ളൂ, ഞാൻ നിന്നെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടിട്ടാണ് അള്ളാഹു നിന്നിലേക്ക് വന്നിരിക്കുന്നത്. പിന്നീടുള്ള ജീവിതത്തെയാണ് നമ്മൾ പരിശോധിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത്. ഈ പറഞ്ഞ കരാറുകൾക്കനുസരിച്ചാണോ, ഈ അള്ളാഹുവിനോട് പറഞ്ഞ കരാറുകൾക്കനുസരിച്ചാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട്, അല്ലെങ്കിൽ ഒരു ദുഹർ നമസ്കാരം മുതൽ അസർ നമസ്കാരം വരെയുള്ള ഇടവേളയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നാം ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടത്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീതായിട്ട് പറയുന്നത്, യുഹാദിഊനല്ലാഹ വല്ലദീന ആമനൂ, യുഹാദിഊനല്ലാഹ വല്ലദീന ആമനൂ. അവർ വിചാരിക്കും അവർ അല്ലാഹുവിനെയും വിശ്വാസികളെയും പറ്റിക്കുകയാണ്. അല്ല, വമാ യഖ്തഊന ഇല്ലാ അൻഫുസഹും. ഇങ്ങനെ നമസ്കാരങ്ങളിൽ കരാറുകൾ പറഞ്ഞുകൊണ്ട് അതിനെ പാലിക്കാതെ ജീവിക്കുന്ന ആളുകൾ വമാ യഖ്തഊന ഇല്ലാ അൻഫുസഹും, അവരവരുടെ നഫ്സിനെയാണ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെ തന്നെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. വമാ ഹും യശ്ഉറൂന, അതവർക്ക് മനസ്സിലാകില്ല, അതവർക്ക് അറിയൂല. അല്ലാഹു കാര്യങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും കാപട്യത്തെ ഒഴിവാക്കിക്കൊണ്ട്, നാട്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, പറയുന്ന വാക്കുകൾക്കും പ്രവൃത്തികൾക്കെല്ലാം സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായിട്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ മാറേണ്ടതുണ്ട്. ഓരോ വക്തുകളിലും നമ്മൾ ചെയ്യുന്ന കരാറുകൾ അതിനെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നമസ്കാരങ്ങളിലൂടെയും. അതിന്റെ ഇടയിലുള്ള സമയങ്ങളിൽ ആ കരാറുകൾ അനുസരിച്ച്, ആ പറഞ്ഞ വാക്കുകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട്. അല്ല എങ്കിൽ അതാണ് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇതൊക്കെ പറഞ്ഞു തന്നിട്ടും ഇതൊക്കെ കേട്ടിട്ടും മനസ്സിലായിട്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയത്തിന് ഒരു രോഗം ബാധിച്ചതാണ്. തന്നിമിത്തം കാരണം, ഈ രോഗം കാരണം അവരുടെ ഹൃദയത്തിന് ഇങ്ങനെ രോഗം അധികമായി കൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പല പല പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഇങ്ങനെ രോഗം ബാധിച്ച് അതിങ്ങനെ അധികമായി കൊണ്ടിരിക്കുക മാത്രമല്ല, പലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ കഠിനമായ ശിക്ഷയുണ്ട്. ബിമാ കാനൂ യക്ദിബൂൻ, അവരീ പറഞ്ഞ കള്ളങ്ങളുടെ പേരിൽ, അവരീ പറയുന്ന കള്ളസാക്ഷ്യങ്ങളുടെ പേരിൽ, അവരുടെ കരാർ ലംഘനങ്ങളുടെ പേരിൽ, അവർ മറ്റുള്ള ആളുകളെ വഞ്ചിക്കുന്നതിന്റെ പേരിൽ, ദീനിൽ കൃത്രിമം കാണിക്കുന്നതിന്റെ പേരിൽ, കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നതിന്റെ പേരിൽ, തന്റെ സഹോദരനോട് വിശ്വാസവഞ്ചന കാണിക്കുന്നതിന്റെ പേരിൽ അവർക്ക് വേദനാജനകമായ ശിക്ഷയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹു അങ്ങനെയുള്ള മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് യഥാർത്ഥമായ കറകളഞ്ഞ വിശ്വാസികളായിട്ട് അള്ളാഹു നമ്മളെ കബൂലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم
ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിഫദ്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സദഖല്ലാഹുൽ അലീം. ജീവിതത്തിന്റെ അഖില നിഖില നിമിഷങ്ങളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് എപ്രകാരമാണോ നമ്മളോട് അള്ളാഹു ജീവിക്കാൻ കൽപ്പിച്ചിട്ടുള്ളത് അതേപോലെ അവന്റെ അനുസരണയിലായിട്ട് അവന്റെ താഅത്തിലായിട്ട് മുത്തഖീങ്ങളായി മുഖ്ലിസീങ്ങളായി ജീവിച്ചു മരിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും വിഭാഗത്തിൽ പെടാതെ എപ്രകാരമാണോ അള്ളാഹു അവന്റെ മുഅ്മിനീങ്ങളുടെ ഗുണങ്ങളെ കുറിച്ച് വിശേഷണങ്ങളെ കുറിച്ച് പറഞ്ഞത് അതൊക്കെ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അതിനൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യതയിൽപ്പെട്ടതാണ്. അങ്ങനെ ജീവിതത്തെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കും അവന്റെ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് ക്രമീകരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദീനിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവും ധാരണയും ബോധവും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്താണ് ദീന് നമ്മളോട് കൽപ്പിക്കുന്നത്? എന്താണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത്? എപ്രകാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു തന്നത്? ആ രീതിയിൽ നമുക്ക് അറിവുണ്ടാകുമ്പോൾ മാത്രമാണ് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞ യഥാർത്ഥ വിശ്വാസികളായിട്ട് മുത്തഖീങ്ങളായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ പേരിൽ പല മേഖലകളിലും സഞ്ചരിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന, പരിശ്രമിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. എന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നിങ്ങളുടെ നഫ്സിനെയും നിങ്ങളുടെ അഹലുകാരെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്തു സൂക്ഷിക്കണേ എന്ന് അള്ളാഹുവിന്റെ ഒരു താക്കീതുണ്ട്. ആ രീതിയിലേക്ക് നമുക്ക് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും മാറ്റി കൊണ്ടുവരണമെങ്കിൽ അറിവ് എന്നുള്ളത് ഇൽമ് അത്യാവശ്യമാണ്. ഇൽമ കൊണ്ടാണ് വേർതിരിക്കാൻ സാധിക്കുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ഭാഗത്തിലൂടെ പഠിപ്പിച്ചിരുന്നത്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. നബിയെ താങ്കൾ പറയുക, ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും സമന്മാരാകുകയില്ല. അവരുടെ പ്രതിഫലങ്ങളുടെ വിഷയങ്ങളിലാണെങ്കിലും അവർക്ക് നൽകപ്പെടുന്ന ശിക്ഷകളുടെ വിഷയങ്ങളിലാണെങ്കിലും അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാകുകയില്ല. ജീവിതത്തിന്റെ ഈ കഴിഞ്ഞു പോകുന്ന സമയങ്ങളിൽ നമ്മുടെ ഒരു സമയത്തെ അറിവ് കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ട്, ദീൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഒരുപാട് സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഇന്ന് നമുക്ക് അനുകൂലമായിട്ടുണ്ട്. അനുകൂലമായ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥമായ ദീനിനെ പഠിക്കുക, അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതേപോലെയുള്ള ഒരു സ്ഥാപനമാണ് ജാമിയ ഫുർഖാനിയ. നാദാപുരത്തുള്ള കേന്ദ്രമിന്റെ കീഴിൽ തന്നെ നടന്നു വരുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള സ്ഥാപനമാണ്. അതിന്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. ഒരു സ്ഥാപനം എന്നുള്ളതല്ല, ഏത് സ്ഥാപനമാവട്ടെ, ഏത് മാർഗത്തിലൂടെ ആവട്ടെ, ഏത് വഴിയിലൂടെ ആവട്ടെ, ദീനിനെ പഠിക്കുക, ദീൻ മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ, അവനെ അറിഞ്ഞ് മനസ്സിലാക്കി അവന്റെ പൊരുത്തത്തോട് കൂടിയിട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.